ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ ജീവചരിത്രമാണ്. അപ്പോൾ ഒരു ജീവചരിത്ര കുറിപ്പാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീർ ജീവചരിത്രം നോക്കാം. മലയാള സാഹിത്യത്തിന് അപരിചിതമായിരുന്ന ശൈലിയും ഭാഷാ പ്രയോഗങ്ങളും കൊണ്ട് മലയാള മനസ്സുകളിലേക്ക് കുടിയേറിയ വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് കായ് അബ്ദുറഹ്മാൻ, മാതാവ് കുഞ്ഞാത്തുമ്മ. ഇവരുടെ 6 മക്കളിൽ മൂത്തയാളായിരുന്നു ബഷീർ. അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം തലയോലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലുമായിരുന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്നും ഒളിച്ചോടിയതാണ് ബഷീറിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. പിന്നീട് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ജയിലിലായി. ഭഗത് സിംഗിനെ മാതൃകയാക്കി തീവ്രവാദ സംഘമുണ്ടാക്കിയ അദ്ദേഹം സംഘടനയുടെ മുഖപത്രമായ ഉജ്ജീവനത്തിൽ തീപ്പൊരി ലേഖനങ്ങളും എഴുതി. പ്രഭ എന്ന തൂലികാനാമത്തിലായിരുന്നു അന്ന് അദ്ദേഹം രചനകൾ നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സാഹിത്യവും. തൻ്റേതു മാത്രമായ വാക്കുകളും ശൈലികളുമായിരുന്നു ബഷീറിൻ്റെ സവിശേഷത. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രചനാരീതി ബഷീറിയൻ ശൈലി എന്നു തന്നെ അറിയപ്പെട്ടു. ബഷീറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളാണ് ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, ഉപ്പാപ്പക്കൊരാനേണ്ടാർന്ന്, ശബ്ദങ്ങൾ, പ്രേമലേഖനം, അനർഘനിമിഷം, വിഡ്ഢികളുടെ സ്വർഗം, ജന്മദിനം തുടങ്ങിയവ. രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, വള്ളത്തോൾ പുരസ്കാരം എന്നിവയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ബേപ്പൂരിലെ തൻ്റെ വീട്ടിലെ മാങ്കോസ്റ്റിൻ മരച്ചുവട്ടിലിരുന്ന് ഗ്രാമഫോൺ സംഗീതം ആസ്വദിച്ചിരുന്ന ആ സുൽത്താൻ 1994 ജൂലൈ 5 അന്തരിച്ചത്. എങ്കിലും അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രങ്ങളിലൂടെയും അനശ്വരമായ കൃതികളിലൂടെയും ബഷീർ ഇന്നും മലയാളികളുടെ മനസ്സിൽ ജീവിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ബഷീറിൻ്റെ ജീവചരിത്രക്കുറിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ഇനി എന്ത് വീഡിയോ ആണ് നിങ്ങൾക്ക് ആവശ്യമെന്നുള്ളതും കൂടെ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.